അരനൂറ്റാണ്ടിലധികമായിട്ടും ശോച്യാവസ്ഥ മാറാതെ ഒരു റോഡ്. കോഴിക്കോട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ റോഡിലൂടെയാണ് പ്രദേശവാസികൾ ഇപ്പോഴും ദുരിതയാത്ര നടത്തുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എടവരാട് തോട്ടത്തെ മണ്ണ് മുതൽ കുറുവമ്പത്ത് വരെയുള്ള റോഡിന്റെ അവസ്ഥയാണിത്. കാൽനട യാത്ര പോലും അസാധ്യമായ 60 വർഷത്തോളം പഴക്കമുള്ള ഈ റോഡിലൂടെയാണ് വിദ്യാർത്ഥികളും പ്രായമായവരുമടക്കം നിരവധി ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങൾ റോഡിലെ ചെളിയിൽ തെന്നി വീണ് അപകടമുണ്ടാകുന്നതും നിത്യസംഭവമാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വളരെ ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ജീവിച്ചു പോരുന്ന ഒരവസ്ഥ അവിടെ ഉള്ളത്. മഴക്കാലമായാൽ 6 മാസക്കാലം വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഞാൻ അറിയാനായ തൊട്ടുള്ള ചളിയുള്ള റോഡാണ്. പിന്നെ ഇവിടെ താമസിക്കുന്നെല്ലാം സാധാരണക്കാർ, പാവപ്പെട്ട പണിക്ക് പോകുന്നൊക്കെ ജനങ്ങളാണ്. ഇവിടെ എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ ഒരു കാലിന് പ്രശ്നമുള്ള മോൻ. ഒന്ന് നടക്കുക നല്ല പ്രയാസമാണ്. ഞാൻ പൊതുമരാമത്ത് മന്ത്രിക്ക് കത്തയച്ച്, തദ്ദേശ സ്വയംഭരണത്തിന് കത്തയച്ച്, TP രാമകൃഷ്ണൻ കത്തയച്ച്, ആരും ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. സഹികെട്ടാണ് നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വ്യത്യസ്ത സമര രീതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തത്. പ്രദേശത്തെ 25ഓളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കും വരെ ഒരു രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ചോദിച്ച് വരേണ്ടതില്ല എന്നാണ് ഇവരുടെ പ്രതിഷേധ മുദ്രാവാക്യം. ഈ റോഡിന് വേണ്ടി ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. മാറി മാറി വരുന്ന എല്ലാ ജനപ്രതിനിധികളും ഞങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ പറ്റിക്കല്ലാതെ ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ ജനകീയ കമ്മിറ്റി കൂടി തീരുമാനിച്ചു പറഞ്ഞാൽ ഇതുപോലുള്ള അവഗണനക്കെതിരെ പ്രതിഷേധിക്കാന്നുള്ള എനിക്ക് ഞങ്ങൾ 25ഓളം വീട്ടുകാർ ചേർന്ന് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ ഇതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്ന് റോഡ് പണി റെഡിയാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അവിടെ വന്നാലൊന്ന് പ്രതികരിച്ചിരുന്നു. പക്ഷെ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. ജനപ്രതിനിധികൾ ആരും പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ ഞങ്ങൾ എല്ലാ വീടുകളിലും കയറിയിട്ട് ജനപ്രതിനിധികൾ ഞങ്ങളോട് പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപാട് തന്നെ ഈ പണി പൂർത്തിയാകും, നിങ്ങൾക്ക് നല്ല റോഡ് ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനുശേഷം ഒരാളും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. ഇതുവരെ ഞങ്ങൾക്കൊരു ആനുകൂല്യവും കിട്ടിയില്ല. റോഡ് ഉണ്ടാക്കി തരികയില്ല. ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും, BJPക്കാരും, ലീഗുകാരും, മാർക്സിസ്റ്റുകാരും എല്ലാവരും വരും, കോൺഗ്രസ്സുകാരും. ഞങ്ങൾ അങ്ങനെയാക്കി തരും, ഞങ്ങൾ ഇങ്ങനെയാക്കി തരും, പിന്നെ നിങ്ങൾ എന്തായാലും ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരപേക്ഷയുള്ളൂ. ഞങ്ങളോട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ടിന് ചോദിച്ചിങ്ങ് വരാറുണ്ട്. അടുത്ത പ്രദേശത്തെ വീതി കുറഞ്ഞ ചെറിയ റോഡുകൾ പോലും ഗതാഗത യോഗ്യമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ റോഡ് മാത്രം അവഗണിക്കുന്നതെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.